ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 മന്ത്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങൾക്ക് എന്താണ് മെസ്സേജസ് വരാൻ പോണത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണത്, അതാണ് നമ്മൾ ഇന്ന് നോക്കുക. ഇത് ജൂലൈ കൗണ്ട് ചെയ്തിട്ട് 6 മന്ത്സ് ആണ്. അപ്പോൾ ഞാൻ ഈ ഡെക്കിന് ഞാൻ 3 കാർഡ്സ് എടുക്കും. ഇത് നിങ്ങളുടെ മേജർ ആർക്കാന കാർഡ്സ് മാത്രമാണ്. എന്ന് വെച്ചാൽ മേജർ ലൈഫ് ചേഞ്ചസ് നെക്സ്റ്റ് 6 മന്ത്സിൽ എന്തായിരിക്കും അതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇതൊരു ക്വിക്ക് റീഡിംഗ് ആണ് ആൻഡ് ലെറ്റ് സി എന്താണ് മെസ്സേജസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഏതും വീഡിയോ മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നെക്സ്റ്റ് 6 മന്ത്സിൻ്റെ 3 കാർഡ്സ് ഞാൻ എടുത്തിരിക്കുന്നു. ലവേഴ്സ് ആണ് ഇവിടെ ഫസ്റ്റ് കാർഡ്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് സ്പെസിഫിക് കാർഡാണ്. ഇത് ഡീപ്പ് സോൾമേറ്റ് കണക്ഷൻ്റെ കാർഡാണ്. ഇപ്പോൾ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. മേ ബി നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോൾമേറ്റ് ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോൾമേറ്റ് ആവാം, നിങ്ങളുടെ സിബ്ലിങ്സ് ഒരു ബ്രദർ സിസ്റ്റർ ഉണ്ട് വെച്ചാൽ അവരും ഒരു സോൾമേറ്റ് ആവാൻ വഴിയുണ്ട്. അപ്പോൾ ഇതൊരു ഡീപ്പ് റിലേഷൻഷിപ്പ്, ഒരു ഡീപ്പ് ബോണ്ടിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 മന്ത്സിൽ റിലേഷൻഷിപ്സ് കുറേ ഇമ്പോർട്ടൻസ് അതിലുണ്ടാവും. നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണ് വെച്ചാൽ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആവുണ്ടാവും. ഓറെൽസ് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ മേ ബി എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അതല്ല വെച്ചാലും നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാലും മേ ബി നിങ്ങളുടെ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ എനർജിയാണിത്. ഇത് ജെമിനി എനർജിയാണ് ലവേഴ്സ്. അപ്പോൾ ഇവിടെ ഉണ്ട് ഫൂളിൻ്റെ എനർജി. ഫൂൾ നിങ്ങളുടെ എനർജിയാണ്, ഏരീസ് എനർജിയാണ്. ഇതൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറേ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് 6 മന്ത്സിൽ. കരിയറിൽ, റിലേഷൻഷിപ്സിൽ, ജനറൽ ലൈഫിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് വരും. ഇത് ട്രാവൽഡ് എനർജിയുമാണ്. അപ്പോൾ മേ ബി നിങ്ങൾ കുറേ ട്രാവൽ ചെയ്യണ ഓപ്പർച്യൂണിറ്റീസും വരും. പക്ഷെ ഇതൊരു നല്ല അഡ്വെഞ്ചറസ് എനർജിയാണ്. അപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സിൽ ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പോൾ അഗൈൻ നമ്മളെല്ലാം 3 കാർഡ്സ് കണക്ട് ചെയ്താൽ ഇവിടെ ഒരു ലവ് റിലേഷൻഷിപ്പ് റെന്യൂ ആവണ എനർജിയാണ് ഞാൻ കാണുന്നത്. ഓറെൽസ് ഒരു ലവ് റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിട്ടിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോണ എനർജിയാണ് ഇത്. നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. പക്ഷെ ജഡ്ജ്മെന്റ് ഇവിടെ പാസ്റ്റ് ജഡ്ജ്മെന്റ്സിനെ റിലീസ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ നിങ്ങൾ 2024 എൻഡ് ചെയ്യുമ്പോഴേക്കും കുറേ ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ടാവും. ഒരു എൻഡിങ് ആൻഡ് നിങ്ങൾ 2025 പോകുമ്പോഴേക്കും ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ലിറ്ററലി നിങ്ങളുടെ ലൈഫിൽ എന്തോ റെന്യൂ ആവുന്നുണ്ട്, എന്തോ ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലം 2024 നെക്സ്റ്റ് 6 മന്ത്സ് നിങ്ങൾക്ക് റിയലി സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻറ്റ് മാസങ്ങളാണ്. നമ്മൾക്കിപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്യാം. ഈ ലവേഴ്സ് എന്താണ് ഇവിടെ? ഏരീസിന് വേണ്ടിയിട്ട് ലവേഴ്സ് ഇവിടെ ഏസ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ സ്റ്റാർട്ടാണ്. എസ്പെഷ്യലി സിംഗിൾസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുറേ പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. റിലേഷൻഷിപ്പിൽ ഇല്ല ആൾക്കാർക്കും ഇതൊരു നല്ല സൈൻ ആണ്. ഒരു അട്രാക്ഷൻ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. കുറേ പാഷൻ ആണ് കാണുന്നത്. ജസ്റ്റിസ് ഒരു ബാലൻസ്ഡ് എനർജിയാണ്. ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്കും പോവാം, അങ്ങനത്തെ എനർജിയാണ്. ലീബ്ര എനർജി ഇവിടെ ഉണ്ട്. ജസ്റ്റിസ് മാരേജിന്റെ എനർജിയാണ്. ആദ്യം ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് മാരേജ് അത് കുറേ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ആവാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി സിംഗിൾസിന് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ മാരേജിലാണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ മാരി ചെയ്യണം വെച്ചാൽ അതും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് 6 മന്ത്സ് നല്ല സമയമാണ്. ഇപ്പോൾ ഫൂൾ ഇവിടെ എന്താണ്? ഫൂൾ ഇവിടെ ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഇതിന്റെ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സ്റ്റാഗ്നൻസി മാതിരി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും.
കാര്യങ്ങൾ വന്നിട്ട് ഒരു ബ്ലോക്ക് ആവണത് ഇല്ലച്ചാ കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് അത് മുമ്പോട്ട് പോകണ്ടായില്ല. അപ്പോൾ ഇവിടെ എന്താ യൂണിവേഴ്സ് പറയണെന്ന് വെച്ചാൽ കുറേയൊക്കെ നിങ്ങൾക്ക് ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പുതിയ ഔട്ട്ലുക്ക് കിട്ടും. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ ഒരു വേറെ പെർസ്പെക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് കിട്ടുക. ഇതിൻ്റെ മുമ്പേ നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വേയിൽ ഡീൽ ചെയ്യുന്നുണ്ടാവും വെച്ചാൽ ആ വേ ഇപ്പോൾ വർക്കൗട്ട് ഇല്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ സ്ട്രാറ്റജിയുടെ ആവശ്യമുണ്ട്, ഒരു പുതിയ പെർസ്പെക്റ്റീവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോഴേ കാര്യങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാഗ്നൻ്റ് ആണ് വെച്ചാൽ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് അപ്രോച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹാങ്ഡ് മാൻ സ്റ്റാഗ്നൻ്റ് എനർജിയിൽ നിന്ന് നിങ്ങൾ ഒരു പുതിയ എനർജിയിലേക്കാണ് പോണത്. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, സ്കോർപിയോ എനർജി. ഈ കിങ് ഓഫ് കപ്സ് ആരാണ്? 8 of Wands. അപ്പോൾ അഗൈൻ ഇവിടെ ഞാൻ കാണുന്നത് ഫോർവേഡ് മൂവ്മെന്റ് സക്സസ് ഉണ്ട്. ഒരു സ്കോർപിയോ പേഴ്സൺ മേ ബി കുറെ സിഗ്നിഫിക്കൻ്റ് ആവാൻ വഴിയുണ്ട്, ഓരൽസ് ഒരു പൈസീസ് പേഴ്സൺ. പക്ഷെ ഇവിടെ കുറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്, ട്രാവൽ ഉണ്ട് ഞാൻ പറഞ്ഞ മാതിരി. ആൻഡ് ഇത് ജോബ് റിലേറ്റഡും ആവാം. മേ ബി നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവും കുറെ നെക്സ്റ്റ് 6 months. കുറെ ഒരു ഇത് ലവ് റിലേഷൻഷിപ്പും ആവാം. ആക്ച്വലി നിങ്ങളുടെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടുണ്ട് ഇല്ല വെച്ചാൽ ഒരു സ്റ്റാഗ്നന്റ് ഫേസിലായിട്ടുണ്ട് വെച്ചാൽ അതിൽ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഇപ്പൊ ഈ ജഡ്ജ്മെന്റ് എന്താണ് ഇവിടെ? ജഡ്ജ്മെന്റ് 4 of Cups ആണ്. അപ്പോൾ 4 of Cups ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജിയാണ്, ഒരു ബോർഡായ പേഴ്സന്റെ എനർജിയാണ്. കിങ് ഓഫ് സോർഡ്സ് ഇവിടെ യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കുറെ ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. ഇത് ഏതും ഏരിയ ഓഫ് ലൈഫ് ആയിരിക്കാം, നിങ്ങളുടെ വർക്ക് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തോ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ആ കാര്യം ഇഗ്നോർ ചെയ്യണ കാര്യം മേ ബി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറെ അബണ്ടൻസ് കൊണ്ടുവരും. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയും വരണത് ഇഗ്നോർ ചെയ്യരുത്. എസ്പെഷ്യലി പാസ്റ്റിന് എന്തോ തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് ജോലിയുടെ കാര്യത്തിലാവാം, റിലേഷൻഷിപ്പിലാവാം. എന്തോ പാസ്റ്റ് കാര്യം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പ്രാക്ടിക്കലായി കാര്യങ്ങൾ ഡീൽ ചെയ്യാനാണ് പറയണത്. നിങ്ങളുടെ ഇമോഷൻസ് എസ്പെഷ്യലി കുറച്ച് നിങ്ങൾക്ക് ഡിസസോസിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് എസ്പെഷ്യലി ഫിനാൻഷ്യലി കുറെ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ അത് സൂക്ഷിക്കുക. ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും, നിങ്ങൾ അത്ര ശ്രദ്ധിക്കില്ല വെച്ചാൽ. ഇത് എക്വൈറിയസ് എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ എന്താണ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നെക്സ്റ്റ് 6 monthsന്റെ ഔട്ട്കം. നെക്സ്റ്റ് 6 monthsന്റെ ഔട്ട്കം നിങ്ങൾക്ക് ആണ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. ഇത് കുറെ ഒരു ഡിറ്റർമൈൻഡ് പേഴ്സന്റെ എനർജിയാണ്, കുറെ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സന്റെ എനർജിയാണ്. അപ്പൊ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾ കുറെ എഫേർട്ട് ഇടും എല്ലാം കാര്യത്തിലും, കുറെ എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും കരിയറിൽ. ചില ബ്ലോക്കേജസ് ഉണ്ട് ലൈഫിൽ, പക്ഷെ അതുകൊണ്ട് കുറച്ചൊരു സ്ലോ മൂവിങ് എനർജിയിലാണ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. അത്ര പ്രോഗ്രസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ മാതിരി അത്ര സ്പീഡിൽ പ്രോഗ്രസ് ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ അത് അതിന്റെ കാരണം എന്താ വെച്ചാൽ ചില ബ്ലോക്കേജസ് ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ ബ്ലോക്കേജസ് ക്ലിയർ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഗിവ് അപ്പ് ചെയ്യരുത്. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു സ്ലോ മൂവിങ് പേസിൽ പോയാൽ അത് ഫൈറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസപ്പോയിന്റ് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യരുത്. പക്ഷെ ഈ ബ്ലോക്കേജസ് എല്ലാം നിങ്ങൾ ഈസിലി ക്ലിയർ ഔട്ട് ചെയ്യും. ഈ ചാലഞ്ചസ് ഒക്കെ ടെമ്പററി ചാലഞ്ചസ് ആണ്. നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ, അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. ട്രാവൽ ആദ്യം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് കഴിഞ്ഞിട്ട് നൈറ്റ് ഓഫ് വോൺസ് ആണ് പറയണത്. നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. ഏത് കാര്യത്തിലും നിങ്ങൾ സ്റ്റക്കപ്പ് അയച്ചാൽ ചിലപ്പോൾ പേസ് കുറച്ച് സ്ലോ ഡൗൺ ആവും. പക്ഷെ ഹെൽപ്പ് കിട്ടിയോണ്ട് നിങ്ങൾക്ക് വേഗം നിങ്ങളുടെ സക്സസ് റേറ്റ് കൂടുതൽ ഉണ്ടാവാനും വഴിയുണ്ട്. നിങ്ങൾക്ക് വേഗം മുമ്പോട്ടും പോവാം. പക്ഷെ ആ ശരിയായ സമയത്ത് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിനോടോ കലീഗ്സിനോടോ ഹെൽപ്പ് എടുക്കുക. എന്നുവെച്ചാൽ ഹെൽപ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് കുറെ കൂടുതൽ സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാം കാര്യത്തിലും.
നൈറ്റ് ഓഫ് വോൺസ് ഒരു പ്ലെയറുടെ എനർജിയുമാണ്. ആൻഡ് ഇതൊരു നോൺ കമ്മിറ്റൽ പേഴ്സന്റെ എനർജിയുമാണ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക റിലേഷൻഷിപ്സിൽ. എസ്പെഷ്യലി നിങ്ങൾ ഒരു സ്ഥലത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്യണില്ല വെച്ചാൽ എന്ന് വെച്ചാൽ കുറേ ട്രാവൽ ടൈപ്പ് ഓഫ് ജോലി ഉണ്ട് വെച്ചാൽ മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ഒരു ലെഫ്റ്റ് ഔട്ട് മാതിരി ഫീൽ ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ സമയത്തിന്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ ഒരു ഈക്വൽ ബാലൻസ് ഉണ്ടായാൽ അത് ശരിയായി മുമ്പോട്ട് പോകും. അത് മാത്രം സൂക്ഷിക്കാനുള്ളൂ. എന്നുവെച്ചാൽ മേ ബി നിങ്ങൾ കുറെ ബിസി ആയതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ കുറച്ച് ലെഫ്റ്റ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ എന്താണ് ഈ മേജർ ആർക്കാനയിൽ നിങ്ങളുടെ ഔട്ട്കം? ചാരിയറ്റ്, ക്യാൻസർ എനർജി. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ കുറെ സക്സസിന്റെ ട്രാവൽ ഉണ്ട്, ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 monthsന്റെ റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഒരു റീഡിങ് വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും നിങ്ങളുടെ കൂടെ. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നു. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.